എന്തുകൊണ്ടാണ് വെനസ്വേലയിൽ തന്നെ തിരഞ്ഞെടുക്കണം? അങ്ങനെ ഒരു വലിയൊരു ചോദ്യചിഹ്നം നമുക്ക് മുമ്പിലാണ്. ട്രംപ് ഇവിടെ ചെയ്തത് എന്താണ്? ഒരു രാജ്യത്തിൻ്റെ സോവറിനിറ്റിക്ക് എതിരെ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഒബ്വിയസ്ലി ട്രംപും അവരുടെ അഡ്മിനിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് വെനസ്വേലയിൽ ഇത്രയും റിസർവ് ഉണ്ടായിട്ടും അവിടുത്തെ പ്രൊഡക്ഷൻ കൂടുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും അത്? ട്രംപ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എൻഡ് എന്നുള്ള നിലക്ക് ട്രംപ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ മേജർ ആയിട്ടുള്ള ഓയിൽ കമ്പനീസ് ഇവിടെ വരുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇതുവരെ ആയിട്ട് ആ കമ്പനികളൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ഉറപ്പ് നൽകിയിട്ടില്ല ഇത് ഇൻവെസ്റ്റ് ചെയ്യോ ഇല്ല എന്നുള്ളത്. അവസാനമായിട്ട് നിക്കോളാസ് മദൂറോ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺട്രി കൂടെയാണ് ചൈന. അപ്പോൾ ചൈനയുമായിട്ടുള്ള ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടല്ലോ അമേരിക്കക്ക്. ഒബ്വിയസ്ലി കുറേ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അവർ അതുമാത്രമല്ല, ഇവിടുത്തെ ഒരു ഇൻഫ്ലേഷൻ വന്ന് പ്രശ്നമായപ്പോൾ ചൈനയാണ് അവരെ ഒരു ഏകദേശം ഒരു 300 മില്യൺ നൽകി സഹായിച്ചിട്ടുള്ളത്. ചൈനയായിട്ട് എവിടെയൊക്കെ ബന്ധങ്ങളുണ്ടോ അവിടെയൊക്കെ അമേരിക്കൻ്റെ ഇടപെടൽ കാണാൻ പറ്റും. 2026 സ്റ്റാർട്ടിംഗ് ആണിത്. നമ്മൾ ന്യൂസൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു മെയിൻ സ്ട്രീമിലുള്ള ന്യൂസായിട്ട് കാണാൻ സാധിക്കുന്നത് അമേരിക്കൻ്റെ ന്യൂസ് തന്നെയാണ്. ഡൊണാൾഡ് ട്രംപും അമേരിക്കയൊക്കെ കൂടി ഒരു 15,000-ഓളം മിലിറ്റൻസിനെ അയച്ച് വെനസ്വേല എന്നുള്ള ലാറ്റിൻ അമേരിക്കൻ ഒരു കൺട്രിയെ തന്നെ വർപ്പിച്ചുകൊണ്ട് അവിടുത്തെ നിക്കോളാസ് മദൂറോ എന്ന പ്രസിഡൻറ്റിനെയും അവിടുത്തെ വൈഫിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്, അവിടുന്ന് നാട് കടത്താണ്. ഇതൊക്കെ ഒറ്റൊരു സ്പോണ്ടാനിയസ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇത് തീർച്ചയായും ക്വസ്റ്റ്യനബിൾ ആണ്. ഡെമോക്രാറ്റിക്കലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലൊക്കെ ക്വസ്റ്റ്യനബിൾ ആണ്. അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ അമേരിക്കക്ക് ഇതൊന്നും ബാധകമല്ലേ എന്നുള്ളൊരു ചോദ്യവും ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ലാണ്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഡെമോക്രാറ്റിക്കലി ഡൊണാൾഡ് ട്രംപ് പറയുന്നൊരു ന്യായം, ഒരു ജസ്റ്റിഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ, മദൂറോ തീർച്ചയായും അൺഡെമോക്രാറ്റിക് എന്നാണ്. അവിടെ ഏകാധിപത്യമാണ്, ഏകാധിപത്യത്തിലുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് വെനസ്വേലയിൽ തന്നെ തിരഞ്ഞെടുക്കണം? അങ്ങനെ ഒരു വലിയൊരു ചോദ്യചിഹ്നം നമുക്ക് മുമ്പിലുണ്ട്. എന്തുകൊണ്ടായിരിക്കണം? അവിടെ മെയിനായിട്ട് വരുന്നൊരു കാര്യം അവിടുത്തെ റിസർവ് തന്നെയാണ്, ഓയിൽ റിസർവ്. ഏകദേശം ഒരു 300 ബില്യൺ ബാരൽ റിസർവ് അവിടെ, ഐ മീൻ ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമുള്ള ഒരു കപ്പാസിറ്റി വെനസ്വേലയ്ക്ക് ഉണ്ട്. പിന്നെ വൺ ഓഫ് ദി വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് റിസർവ്സ് ആണ്. അതായത് സൗദിയേക്കാൾ വലിയൊരു റിസർവ് അവിടെ ഉണ്ട് നിലവിൽ. ബട്ട് അവിടുന്ന് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഏകദേശം വേൾഡിലെ ഒരു 0.8% മാത്രമാണ് ഡെയിലി പ്രൊഡക്ഷൻ നടക്കുന്നത് വെനസ്വേല എന്ന് വെച്ചിട്ട്. അത് 1 മില്യൺ ബാരൽ ആണ് നടക്കുന്നുള്ളൂ. ബട്ട് വെനസ്വേല ഒന്നാമത്തെ റീസൺ അതാണ്. രണ്ടാമത്തത് പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. അതായത് മുമ്പുണ്ടായിരുന്നൊരു മുൺട്രോ ഡോക്ട്രിൻ, 1823 മുൺട്രോ പോളിസി ഉണ്ട്. ജെയിംസ് മുൺട്രോ കൊണ്ടുവന്നതാണ് അമേരിക്കയിൽ. ആക്ച്വലി അത് 2 നൂറ്റാണ്ട് മുമ്പുള്ളതാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ന്യൂ വേർഷൻ, അതേ പാറ്റേണിലുള്ള ഒരു എക്സിക്യൂഷനാണ് നമുക്കിവിടെ കാണാൻ. അതെ. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്, ആ ഒരു ഐഡിയൻ്റെ ഒരു ക്രക്സ്, ആ ഡോക്ടറിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ ഹെമിസ്ഫിയർ മൊത്തം അമേരിക്കയുടെ അധീനതയിൽ വരുത്തുക എന്നുള്ളതാണ്. ആബ്സല്യൂട്ട്ലി. ഒരു ലേറ്റസ്റ്റ് ഈ ഒരു ഇത് പോസ്റ്റ് ബൈഡൻ എറയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് 2.0 എറയിൽ എന്ത് ചെയ്യുന്നു, അത് നടപ്പിലാക്കുന്നുള്ളത്. അതായത് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊരു അവരുടെ ഡ്രീമിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പോളിസി തന്നെയാണ് ഒരു ബൈഡൻ അല്ല നമ്മുടെ ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഈ എക്സിക്യൂഷനെ ജസ്റ്റിഫൈ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡെമോക്രസിയാണ്. ഡെമോക്രസി ഒരിക്കലും ഇമ്പോസ്ഡ് അല്ല. ഡെമോക്രസി ഈസ് ഇൻ ഇമ്പോസ്ഡ്, ഇറ്റ്സ് ചൂസൺ. അത് ചൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ന്യായീകരണത്തിന് ഒരർത്ഥവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ നിക്കോളാസ് മദൂറോൻ്റെ അറസ്റ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ജസ്റ്റിഫിക്കേഷൻ സ്പീച്ചിൽ അദ്ദേഹം പറയുന്നത് ഓവറായിട്ട് ഡ്രഗ് ട്രാഫിക്കിംഗ് ചെയ്യുന്ന ഒരാളാണ് നിക്കോളാസ് മദൂറോ എന്നുള്ളതാണ്. ഓവറായിട്ട് ഡ്രഗ് ട്രാഫിക്കിംഗ് ചെയ്യുന്ന ഒരു ഏകാധിപതി, ഹ്യൂഗോ ഷാവേസിന് ശേഷം വെനസ്വേലയിൽ വന്ന് അവിടുത്തെ ഒരു ഏകാധിപതിയായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ഓർക്കുന്നു എൻ്റെ ഒരു 10ാം ക്ലാസ് ഒരു 2016 SSLC സമയത്താണ് തോന്നുന്നു, ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നു. 2016 മുതൽ 18 വരെയുള്ള ഒരു സമയത്ത് ഗ്രേറ്റ് ഇൻഫ്ലേഷൻ നടന്നിട്ടുണ്ട്. ഒരു ഏറ്റവും ഹൈ ഇൻഫ്ലേഷൻ നടന്നിട്ട് അവിടെ വെനസ്വേലൻ കറൻസിക്ക്
ഇവിടെ വാല്യൂ ഇടിഞ്ഞിട്ട് അവിടുത്തെ ആളുകളൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവിടെ കുറേ റെഫ്യൂജീസ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലീഗലി അമേരിക്കയിലേക്ക് ചേക്കേറിയവരുണ്ട്. അപ്പോൾ പല പ്രശ്നങ്ങളും ഇവർ തമ്മിലുണ്ട്. അത് മാത്രമല്ല, വെനസ്വേലയുമായിട്ടുള്ള ഒരു തീരാത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2003 കാലങ്ങളിൽ ഹ്യൂഗോ ഷാവേസിൻ്റെ സമയത്ത് ഒരു മിലിറ്റൻ്റ് അറ്റാക്കും ഒരു അട്ടിമറിക്ക് ശ്രമിച്ചപ്പോൾ അന്ന് ഹ്യൂഗോ ഷാവേസ് ഇതിനെ ചെറുക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോൾ കാണുന്നത്. മാത്രമല്ല ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, ജനാധിപത്യം പറഞ്ഞു. ജനാധിപത്യം പറയുന്ന സമയത്ത് ട്രംപ് ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ഏകാധിപത്യമാണ്. ഇപ്പൊ ട്രംപ് ഇവിടെ ചെയ്തത് എന്താണ്? ഒരു രാജ്യത്തിന്റെ സോവറിനിറ്റിക്ക് എതിരെ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഒബ്വിയസ്ലി ട്രംപും അവരുടെ അഡ്മിനിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അതിനെ കൃത്യമായിട്ട് ഉള്ളൊരു അപലപിക്കാൻ പോലും വേൾഡ് ലീഡേഴ്സ് എല്ലാവരും തന്നെ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഒരു പോയിന്റാണ്. അവിടെ റഷ്യ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ബ്രസീൽ വന്നിട്ടുണ്ട്. ഇല്ല, വ്ളാദിമിർ പുടിൻ സ്റ്റേറ്റ്മെന്റ് നടത്തിയല്ലോ. അതെ, റഷ്യ വന്നു. അതുപോലെ തന്നെ ചൈനീസ് ആ ഒരു ബ്രിക്സ് കൺട്രീസ് അറിയാലോ, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഇവിടെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഈ ബ്രിക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് ഒരു ഡിലമ്മയിലാണുള്ളത്. ബിക്കോസ് റഷ്യയും ചൈനയും ഒരേ സമയത്ത് എതിർക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇന്ത്യയുടെ കൃത്യമായിട്ട് ഒരു എന്താ പറയുക ബൈലാറ്ററൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇന്ത്യയും യു എസും. ആ താരിഫിന്റെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഇന്ത്യ ഇപ്പോൾ അമേരിക്കക്കെതിരെ കടുത്ത നിലപാടെടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഫോറിൻ പോളിസിക്ക് അതൊരു ഡിലമ്മയിലാണ്. അതൊരു കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഇതുവരെയായിട്ട് ഇന്ത്യ ഉന്നയിച്ചിട്ടില്ല. ബട്ട് ഇന്ത്യക്ക് ഓയിൽ പ്രൈസ് കൂടുമോ ഇല്ല എന്നുള്ളതാണ് അടുത്തൊരു വിഷയം വരുന്നത്. അവിടേക്ക് വരുമ്പോഴാണ് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്. വെനസ്വേലയിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു 1 മില്യൺ അല്ലെങ്കിൽ 0.8% പ്രൊഡക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. സപ്ലൈ ചെയിനിൽ വേറൊരു പ്രശ്നം ഇതുവരെയായിട്ട് വന്നിട്ടില്ല. കാരണം സൗദി പോലുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ കൃത്യമായിട്ടുള്ള സപ്ലൈ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അടുത്ത കാലത്ത് എന്ത് ചെയ്യില്ല, പെട്ടെന്നുള്ളൊരു വില വർധന ഉണ്ടാവില്ല പെട്രോളിൻ്റെ കാര്യത്തിൽ. വേറൊരു വിഷയം ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് വെനസ്വേലയിൽ ഇത്രയും റിസർവ് ഉണ്ടായിട്ടും അവിടുത്തെ പ്രൊഡക്ഷൻ കൂടുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും അത്? അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അവിടെ റിസർവ് ഉണ്ടായിട്ട് കൂടി പ്രൊഡക്ഷൻ നടക്കുന്നില്ല. മെയിൻ റീസൺ അമേരിക്ക തന്നെയാണ്. അമേരിക്കയുടെ ട്രേഡ് റെസ്ട്രിക്ഷൻ, ഇവരുടെ മേലിൽ ചുമത്തിയ ട്രേഡ് റെസ്ട്രിക്ഷൻ എക്സ്പോർട്ട് ഇല്ലാതാക്കി, എക്സ്പോർട്ട് കുറച്ചു. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. കൃത്യമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രംപ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു എൻഡ് എന്നുള്ള നിലക്ക് ട്രംപ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കൻ മേജർ ആയിട്ടുള്ള ഓയിൽ കമ്പനീസ് ഇവിടെ വരുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഇതുവരെ ആയിട്ട് ആ കമ്പനികളൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ഉറപ്പ് നൽകിയിട്ടില്ല ഇത് ഇൻവെസ്റ്റ് ചെയ്യോ ഇല്ല എന്നുള്ളത്. കാരണം അത്രത്തോളം ടൈം എടുക്കും. ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്. കാരണം ബേസിക് തുടങ്ങും, അതായത് വലിയൊരു രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ആ പ്രൈസ് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് വലിയ പ്രൈസിൽ നമുക്ക് ഓയിൽ വിൽക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി സൗദിയിലും ഇവിടെ ഓൾറെഡി സപ്ലൈ വലിയ പ്രശ്നമില്ലാത്തൊരു സമയത്ത് വലിയൊരു രീതിയിൽ പ്രൈസ് ഹൈക്ക് ചെയ്ത്, അതായത് ഈ ഒരു ലാഭം ഉണ്ടാക്കാൻ ഈ കമ്പനികൾക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പോളിസി എത്രത്തോളം ഭാവിയിൽ മുന്നോട്ടേക്ക്, അതായത് ഈ എണ്ണ കണ്ടിട്ടാണ് ട്രംപ് ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ എത്രത്തോളം നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഒബ്വിയസ്ലി അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. ട്രംപും അമേരിക്കയൊക്കെ പിന്നെ ഒരു ഓയിൽ എനർജി, അവരുടെ ഒരു ഓയിൽ ബേസ് ആയിട്ട് വെനസ്വേലയെ കാണാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതൊക്കെയാണ് പിന്നെ പൊളിറ്റീഷ്യൻസും പിന്നെ അനലിസ്റ്റുകളൊക്കെ പറയുന്നത്. എന്തുതന്നെയായാലും ഇപ്പോഴത്തെ ഈ സ്പോണ്ടേനിയസ് അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട് മദൂറോയുടെ. അതിൻ്റെ ഒരു ബേസിക് കാരണമായിട്ട് ട്രംപ് വാദിക്കുന്നത് വെച്ചാൽ പല ആർഗ്യുമെൻറ്റ്സും മുന്നോട്ട് വെക്കുന്നുണ്ട് ട്രംപ്. ലിറ്ററലി ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെ ഒരു മെയിൻ സോഴ്സാണ് വെനസ്വേല എന്നുള്ളതാണ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ, ഒരു ഡീപ്പായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ, അമേരിക്കൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ
ഈ ഡ്രഗ് ഓവർഡോസ് കാരണം പലരും മരിച്ചു പോകുന്നുണ്ട്. ഒരു മാസ് ഡെത്ത് തന്നെ സംഭവിക്കുന്നുണ്ട് അവിടെ. ഓക്കെ. ആക്ച്വലി കൊക്കൈനാണ് വെനസ്വേലയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന വൺ ഓഫ് ദ ഡ്രഗ്സ്. പക്ഷേ അവിടുത്തെ കൊക്കൈൻ യൂസേഴ്സ് അല്ല അമേരിക്കയിൽ ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെൻറ്റനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനേക്കാളും മാരകമായ ഒരു ഡ്രഗ് യൂസേഴ്സാണ്. ഐ തിങ്ക് ദാറ്റ് ഈസ് കം ഫ്രം മെക്സിക്കോ. അബ്സല്യൂട്ട്ലി, അത് മെക്സിക്കോയിൽ നിന്ന് വരുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് അവർ മെക്സിക്കോയിനെ ഡ്രഗ് ട്രാഫിക്കേഴ്സ് എന്ന് വിളിക്കുന്നില്ല, എന്തുകൊണ്ട് അവിടെ ഇമ്പീരിയലിസം നടപ്പാക്കുന്നില്ല എന്നുള്ളതൊക്കെ അവിടെ തന്നെ അമേരിക്കയുടെ ഒരു ഹിഡൻ അജണ്ട, അതായത് ഓയിൽ റിസർവ് കണ്ടിട്ടുള്ള, ഓയിൽ റിസർവ് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഗോൾഡ് കൂടെ നല്ലൊരു റിസർവ്, മിനറൽസ് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ധാതു കൂടുതലായിട്ടുള്ള ഒരു സ്റ്റേറ്റും കൂടെ. ബട്ട് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്, അത് ഏകാധിപത്യ സ്വഭാവത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത് ആ കൺട്രി. അപ്പോൾ സ്പെസിഫിക്കലി പർട്ടിക്കുലർലി നോക്കുമ്പോൾ, പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു പിന്നെ ഹെജിമണിയാണ് ആക്ച്വലി അവിടെ ഉള്ളത്, ഒരു ഡോമിനേഷനാണ് അവിടെ ഉള്ളത്, ഒരു ഡെമോക്രസി ഇല്ല എന്നുള്ളതൊരു പ്രശ്നം ആണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അതിനുള്ള എക്സ്ക്യൂസസ് മാത്രമാണത്, ഒരു ജസ്റ്റ് ആൻ എക്സ്ക്യൂസസ്, ദാറ്റ്സ് ആൻ അൺഡെമോക്രാറ്റിക് എന്നുള്ളത് ജസ്റ്റ് ആൻ എക്സ്ക്യൂസസ് മാത്രമാണ്. ഓയിൽ റിസർവ് കണ്ടിട്ടാണ്, എനർജി ബേസ് ആക്കി ഉപയോഗിക്കാനുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക്കായ മൂവ് ആയേക്കാം. ഇപ്പോൾ അമേരിക്കയുടെ ഇതുവരെയുള്ള നമ്മൾ ഹിസ്റ്റോറിക്കലി ചെക്ക് ചെയ്യുകയാണെങ്കിൽ പാനമയിൽ 1989 ഐ തിങ്ക്, അന്ന് ഇതേപോലെ തന്നെ ഡ്രഗ് ട്രാഫിക്കിംഗ് ചെയ്ത് എന്ന് വാദിച്ച് അന്ന് അവിടുത്തെ പ്രസിഡൻറ്റിനെ അറസ്റ്റ് ചെയ്യുകയും അവിടെ ഇമ്പീരിയലിസ്റ്റ് ബിഹേവിയർ അവർ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇതേ പാറ്റേൺ ആണ്, 36 വർഷങ്ങൾക്ക് ശേഷവും ഇതേ പാറ്റേൺ ആണ് അവർ ഉപയോഗിക്കുന്നത്. പാറ്റേൺ റിപ്പീറ്റ്സ് അങ്ങനെയാണല്ലോ ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. കാരണം ഇറാഖ് യുദ്ധത്തിൻ്റെ ഒരു ആർക്കിടെക്റ്റ് ആയിട്ടുള്ള അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇഫ് യു ബ്രേക്ക് ഇറ്റ് യു ഓൺ ഇറ്റ് എന്നാണ്. ഓക്കെ, നിങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് സ്വന്തമാക്കാൻ പറ്റുന്നുള്ളൊരു തുറന്ന നിലപാട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്, നിലപാടെന്നല്ല, ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അമേരിക്കക്ക് എവിടെ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടോ അവിടെയൊക്കെ അമേരിക്ക എന്ത് ചെയ്തിട്ടുണ്ട്, അമേരിക്കയുടെ ഒരു ഹിജുമണി നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഇറാഖിൽ 2003 നടത്തിയിട്ടുണ്ട്, 2011 ലെബനനിൽ നടത്തിയിട്ടുണ്ട്. അന്ന് ഗദ്ദാഫിയെ അവർ ഇല്ലാതാക്കിയത് തന്നെ അവരുടെ ഒരു ഇമ്പീരിയലിസത്തിന്റെ ഭാഗമായിട്ടാണ്. അവിടുത്തെ സിവിലിയൻസ് പ്രൊട്ടക്റ്റഡ് അല്ല എന്ന് വാദിച്ചിട്ടാണ്. അവർ ഓരോ ജസ്റ്റിഫിക്കേഷൻ മുന്നോട്ട് വെക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. അപ്പൊ അമേരിക്കൻ പോലീസിങ് എല്ലാ കാലത്തും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ എല്ലാ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഒന്ന് കോഷ്യസ് ആവുക എന്നുള്ളത് തന്നെയാണ്. കുറച്ചുകൂടെ IR എക്സ്പേർട്ടുകൾ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഓയിൽ റിസർവ് ഇപ്പം നമ്മൾ ഇപ്പം കാണുന്നില്ലേ, COP മീറ്റിങ്ങുകൾ നടത്തുന്നു, ക്ലൈമറ്റ് സമ്മിറ്റുകൾ വരുന്നു. ആ സമയത്ത് ഈ എത്രത്തോളം ഈ പെട്രോൾ ഇനി ഭാവിയിൽ ഉപയോഗിക്കും എന്നുള്ളതാണ്. ഭാവിയിൽ ഉപയോഗിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇനി നാച്ചുറൽ ഗ്യാസ് ആണ്, അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ഇനി വരാൻ പോവാണ്. കുറച്ചുകൂടെ ഈ എൻവയോൺമെന്റൽ പൊല്യൂഷൻ കുറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. അത് ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ളത് റഷ്യ, ഇറാനിലാണ്. ഇവർക്ക് 2 പേരുടെ കയ്യിലാണ് ഇതുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ വെനസ്വേല ചൈനയും റഷ്യയുമായിട്ടുള്ള ബന്ധമുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് അവസാനമായിട്ട് നിക്കോളാസ് മദൂറോ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺട്രി കൂടെയാണ് ചൈന. അപ്പോൾ ചൈനയുമായിട്ടുള്ള ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടല്ലോ അമേരിക്കക്ക്. ഒബിയസ്ലി കുറേ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഇവിടുത്തെ ഒരു ഇൻഫ്ലേഷൻ വന്ന് പ്രശ്നമായപ്പോൾ ചൈനയാണ് അവരെ ഒരു ഏകദേശം ഒരു 300 മില്യൺ നൽകി സഹായിച്ചിട്ടുള്ളത്. അപ്പൊ അതിൻ്റെയൊക്കെ കൂറ് വെനസ്വേലക്ക് ഉണ്ട്. അപ്പൊ ഇവരുടേതായ യൂറോപ്യൻ ഡോമിനൻസ് ലാറ്റിൻ അമേരിക്കയിൽ എത്തി നോക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടെ ചൈനയുടെ ഇത് കടന്നു കയറ്റം. കാരണം നമുക്ക് കാണാൻ പറ്റുന്നത് റീസെൻ്റ്ലി അമേരിക്ക എന്ത് ചെയ്യുന്നുണ്ട്, ജപ്പാനിൽ പോകുന്നുണ്ട്, ജപ്പാനായിട്ട് നല്ല ബന്ധം. കാരണം ചൈനയായിട്ട് എവിടെയൊക്കെ ബന്ധങ്ങളുണ്ടോ അവിടെയൊക്കെ അമേരിക്കൻ്റെ ഇടപെടൽ കാണാൻ പറ്റും. കാരണം മുമ്പ് ഉണ്ടായിരുന്ന ഒരു യൂണിപോളാർ വേൾഡ് ആയിരുന്നു, അതായത് അമേരിക്ക പറയുന്നു മറ്റുള്ളവർ കേൾക്കുന്നു തരത്തിലുള്ള. ബട്ട് ഇപ്പോൾ കുറച്ചുകൂടെ മൾട്ടി പോളാറായി. അമേരിക്ക മാത്രമല്ല, ഇപ്പോൾ റഷ്യക്ക് ഒരു ഹാൻഡ് ഉണ്ട്, ഇവിടേക്ക് വരുന്ന സമയത്ത് ചൈനയുണ്ട്. യെസ്, അതിന് പുറമെ ഗ്ലോബൽ സൗത്ത് എന്നുള്ള ഒരു വിങ് വരാണ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ. സോ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ എന്ത് കാണേണ്ടിയിരിക്കുന്നു, ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. Let's anticipate what will be done and we can see. Thank you.